ഗുഡ് മോർണിംഗ്. നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിലോട്ട് കിടക്കുകയാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വെക്ടേഴ്സിൻ്റെ ആവശ്യകതയും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെക്ടേഴ്സിനൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ രണ്ട് വെക്ടേഴ്സ് തന്നു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. ഇലക്ട്രിക് കറണ്ട് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. പക്ഷേ അത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അതിന് കാരണം വെക്റ്റർ അഡീഷൻ ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ രണ്ട് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട് എന്ന് വെച്ചാൽ അത് വെക്റ്റർ ആണോന്നില്ല. അപ്പം അത് ഏത് ലോ കൂടെ ഒബേ ചെയ്യണം? വെക്റ്റർ അഡീഷൻ്റെ ലോ ഉണ്ട്, അതുകൂടെ ഒബേ ചെയ്തെങ്കിലേ അത് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കാറ് ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും, വഴിയിലൊക്കെ കാറ് ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടന്നിട്ട് പല സമയത്ത് ഇപ്പോൾ വണ്ടിയിലാണ് കെട്ടി വലിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ പഴയ കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ ആൾക്കാർ ഇവിടെ പുഷ് ചെയ്തിട്ടാണ് അതിനെ മുന്നോട്ട് നീക്കുന്നത്. അപ്പോൾ രണ്ട് ഫോഴ്സസ് നമുക്കിങ്ങനെ പറയാം. വെക്റ്റർ F1, ഇത് വെക്റ്റർ F2. അത് ഈ കാറിൽ പുഷ് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എടുത്താൽ മതി? വെക്റ്റർ F ഈസ് ഈക്വൽ ടു F1 പ്ലസ് F2. ഒരേ ഡയറക്ഷനാണ് ആക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കാണിക്കുന്ന? അപ്പുറം ഇപ്പുറം നമ്മൾ വരയിടുക. ഈസ് ഈക്വൽ ടു F1 പ്ലസ് F2 എടുത്താൽ മതി. അപ്പൊ നമ്മൾ എന്ത് പറയാം? The resultant is equal to magnitude of the sum of the two vectors. So, if two vectors are acting in the same direction, ഒരേ ഡയറക്ഷൻ ആണ് ആക്ട് ചെയ്യണമെങ്കിൽ the magnitude of the resultant vector is equal to sum of the magnitude of the two vectors and the direction is same as that of the two given vectors. Direction ഈ ഡയറക്ഷൻ തന്നെയായിരിക്കും മൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് ഏത് കേസിലാണ്? രണ്ട് വെക്ടേഴ്സും ഒരേ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നെറ്റ് ഫോഴ്സ് കിട്ടാനായിട്ട് രണ്ട് ഫോഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡ് വില മാത്രം കൂട്ടിയെടുത്താൽ മതി. അതാണ് നെറ്റ് ഫോഴ്സ് കിട്ടുന്നത്. ഇനി ഒരു ഓബ്ജക്റ്റിന് ഒരാള് F1 എന്ന് പറഞ്ഞ ഫോഴ്സിൽ മുന്നോട്ട് തള്ളുന്നു, വേറൊരാള് F2 എന്ന് പറഞ്ഞ ഫോഴ്സിൽ ഇവിടുന്ന് മുന്നോട്ട് തള്ളുന്നു. അപ്പോൾ ഈ കാറ് ഏത് ഫോഴ്സ് ആണോ വലുത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് ഒരു ആന ആണ് ഇങ്ങോട്ട് തള്ളുന്നത്, നിങ്ങളാണ് ഇവിടുന്ന് അങ്ങോട്ട് തള്ളണമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പറയാം ആന തള്ളുന്ന ഫോഴ്സ് ആയിരിക്കും കൂടുതൽ, അല്ലേ? അപ്പൊ നെറ്റ് ഫോഴ്സ് കിട്ടാനായിട്ട് നെറ്റ് ഫോഴ്സ് ഉദ്ദേശിക്കുന്ന റിസൾട്ടന്റ് ഫോഴ്സ്. അപ്പൊ റിസൾട്ടന്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു റിസൾട്ടന്റ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാനായിട്ട് ഇത് F2 ആണ് വലുതെങ്കിൽ F2ന്റെ മാഗ്നിറ്റ്യൂഡിൽ നിന്ന് F1ന്റെ മാഗ്നിറ്റ്യൂഡ് മൈനസ് ചെയ്യുക. ഇനി ഡയറക്ഷൻ ഏതിന്റെ ഡയറക്ഷൻ ആയിരിക്കും? ഏത് ഫോഴ്സ് ആണോ വലുത് ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ ആയിരിക്കും. അപ്പൊ അതിനാണ് രണ്ട് കാര്യങ്ങൾ നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്നത്. ഇപ്പൊ എയും ബിയും രണ്ട് വെക്ടേഴ്സ് ആണെന്നിരിക്കട്ടെ. എയും ബിയും രണ്ട് വെക്ടേഴ്സ്, വെക്ടർ എ ആൻഡ് വെക്ടർ ബി. അപ്പൊ ആദ്യത്തെ കേസിൽ ഇൻ ദ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി. ക്ലിയർ ആയല്ലോ? സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ഡയറക്ഷൻ ഏതിന്റെ തന്നെ ആയിരിക്കും? വെക്ടർ എയുടെയും വെക്ടർ ബിയുടെയും അതേ ഡയറക്ഷൻ തന്നെ ആയിരിക്കും വെക്ടർ ആറിന്റെ. ഇനി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലോ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ വെക്ടർ ആർ ഈസ് ഈക്വൽ ടു എന്താ? വെക്ടർ ആറിന്റെ മാഗ്നിറ്റ്യൂഡ്
ഈക്വൽ ടു വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് മൈനസ് വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡ്. ഇത് എ ആണോ ബി ആണോ? എ ആണ് വലുതെങ്കിൽ വെക്ടർ എ മൈനസ് വെക്ടർ ബി, ബി ആണ് വലുതെങ്കിൽ വെക്ടർ ബി മൈനസ് വെക്ടർ എ. അപ്പോൾ ഇതാണ് ആദ്യത്തെ രണ്ട് ലോയും ഞാൻ എഴുതിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ളത് മൂന്നാമത്തെ കാര്യമാണ്. രണ്ട് വെക്ടേഴ്സ്, ഒന്ന് വെക്ടർ ബി ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്, രണ്ട് വെക്ടർ എ. ഇത് ഒരേ ഡയറക്ഷൻ അല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ല, തമ്മിൽ ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. നമ്മൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആംഗിൾ നമുക്ക് കാണിക്കാം, തീറ്റ. അപ്പൊ ഈ രണ്ട് വെക്ടേഴ്സ് എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് കൂട്ടാം? അപ്പൊ അതിനകത്ത് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് ഒന്നാമത്തെ ലോ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പോൾ if two vectors are acting at an angle theta, then we can add the two vectors either by triangle law of vector addition or by parallelogram law of vector addition. ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഈ സെന്റൻസ് നിങ്ങളൊരു 10 പ്രാവശ്യമെങ്കിലും എഴുതി പഠിക്കണം. കാരണം ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് 3 മാർക്കിൻ്റെ ആയിട്ട് ചോദിക്കും. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ പറയാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ രണ്ട് വെക്ടേഴ്സ് കാണിക്കുകയാണ്. വെക്ടർ ബി കാണിച്ചു, വെക്ടർ എ കാണിച്ചു. തമ്മിലുള്ള ഇൻക്ലിനേഷൻ തീറ്റയാണെന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനി ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ്റെ അകത്ത് ഇത് എങ്ങനെ ആഡ് ചെയ്തെന്ന് നോക്കാം. ആദ്യം നമ്മൾ വെക്ടർ ബി വരച്ചു. എങ്ങനെ വരച്ചു? ഇതിന് പാരലായിട്ട് അതേ ഡയറക്ഷനും അതേ മാഗ്നിറ്റ്യൂഡ്, ഇതിന്റെ ലെങ്ത് ആണ് മാഗ്നിറ്റ്യൂഡ്, അതേ നമ്മളിവിടെ വരച്ചു. അപ്പൊ ഇത് എന്റെ ടെയിലാണ്, അതിന്റെ ഹെഡാണ്. ഇനി ബിയുടെ ഹെഡ് നോക്കുക. ബിയുടെ ഹെഡിൽ എയുടെ ടെയില് ചേർത്ത് വരച്ചു, അതേ ഡയറക്ഷനിലും അതേ മാഗ്നിറ്റ്യൂഡിലും എ കാണിച്ചു. അപ്പൊ നമ്മൾ ഇപ്പോൾ വരച്ചിരിക്കുന്നത് ഒരേ ഡയറക്ഷനാണ്. ഇത് നമുക്ക് പറയാം ക്ലോക്കിലെ സൂചിയുടെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ അതിനെ നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് എന്നാണ് പറയുന്നത്, ആന്റി ക്ലോക്ക് വൈസ്. ഇനി ഇതിന്റെ ഒരു ട്രയാങ്കിൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ആ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഈ തേർഡ് സൈഡ് ഉണ്ടല്ലോ, തേർഡ് സൈഡ് അതെങ്ങനെ വരച്ചിരിക്കുന്ന? ഇത് രണ്ടും ഒരേ ഡയറക്ഷനാണ്, ആന്റി ക്ലോക്ക് വൈസ്. ഇത് ഞാൻ ക്ലോക്ക് വൈസ് ആയിട്ട് വരച്ചു. R is equal to വെക്ടർ എ പ്ലസ് വെക്ടർ ബി. അപ്പൊ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ ശ്രദ്ധിക്കുക. നിങ്ങളെ നോട്ട് ഉണ്ടാകണം, നോട്ട് കംപ്ലീറ്റ് ആക്കിയിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സി മാർക്കിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സി മാർക്ക് നമുക്ക് തരാൻ ബുദ്ധിമുട്ടാണ്. 0 ആണ് സി മാർക്ക് എങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. അത് ഇപ്പോഴേ തന്നെ പറയുകയാണ്. ഞങ്ങൾ 0 ഇട്ട് കൊടുത്ത ടൈം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ പബ്ലിക് എക്സാമിനേഷൻ എഴുതാൻ പറ്റത്തില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ 2 sides ഓഫ് എ ട്രയാങ്കിൾ, ഈ 2 sides നമുക്ക് വേണമെങ്കിൽ റെപ്രസെന്റേഷൻ കൊടുക്കാം. PQR, അല്ലെങ്കിൽ ഞാനിവിടെ ബുക്കിൽ തന്നിരിക്കുന്നത് OPQ എന്നാണ്, OPQ. ശ്രദ്ധിക്കാം, if 2 sides of a triangle represents 2 given vectors in magnitude and direction, then
the third side of the triangle in the reverse order. In the reverse order, represent the vector sum of the two vectors. അപ്പോൾ ഈ two sides of two vectors are represented magnitude and direction by the sides of a triangle in the same order. Then the third side in the reverse order represent the resultant of the two vectors. ഇപ്പോൾ ഈ ലോയിനെ വിളിക്കുന്ന പേരെന്താ? ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ. ഇപ്പൊ ഇതാണ് തമ്മിലുള്ള ആംഗിൾ തീറ്റ. ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ലോയിൽ നോക്കാം. രണ്ടാമത്തെ ലോ വെക്ടർ അഡീഷൻ. അതിൽ നമ്മൾ രണ്ട് വെക്ടേഴ്സും കാണിക്കുകയാണ്. ഇത് വെക്ടർ ബി, ഇത് വെക്ടർ എ. നമ്മൾ ആംഗിള് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു തീറ്റ. ഇതെങ്ങനെ ആഡ് ചെയ്യുന്ന നോക്കാം. ഈ ബി എന്ന് പറഞ്ഞ വെക്ടറിന് പാരലായിട്ട് അതേ മാഗ്നിറ്റ്യൂഡും അതേ ഡയറക്ഷനിലും നമ്മളിവിടെ ഒരു ലൈൻ വരച്ചു. ഇതിന്റെ ടെയിലാണ്, ഇതിന്റെ ഹെഡാണ്. ഈ എയുടെയും ബിയുടെയും നമ്മൾ ടെയിൽ ഒന്നിച്ചാക്കി അതേ പാരലായിട്ട് ഇവിടെ കൊണ്ട് വരച്ചു. ഇതാണ് കോ ഇനിഷ്യൽ വെക്ടർ ആയിട്ടുള്ളത്. അപ്പൊ ഇതാണ് തമ്മിലുള്ള ആംഗിള്. അപ്പൊ ഇവിടെ നമ്മളൊരു പാരലോഗ്രാം കംപ്ലീറ്റ് ആക്കണം. ഇങ്ങോട്ട് നമുക്ക് ഡോട്ടഡ് ലൈൻ വരക്കാം. ഈ ലൈനിന് ഈക്വൽ ആയിട്ട് ഇവിടെ ഒരു ലൈൻ വരക്കുക. ഈ ലൈനിന് ഈക്വൽ ആയിട്ട് ഇവിടെ ഒരു ലൈൻ വരക്കുക. ഇവിടെ ഒരു ഡയഗണൽ നമുക്ക് വരക്കാം. പാരലോഗ്രാം കിട്ടി, ഡയഗണൽ കിട്ടി. ഇപ്പോൾ വെക്ടർ എ ഈസ് ഈക്വൽ ടു വെക്ടർ ആർ ഈസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി. അപ്പോൾ നോക്കുക, if two adjacent sides of a parallelogram represent two vectors in magnitude and direction, then the diagonal of the parallelogram starting from the point of intersection, ഖണ്ഡിക്കുക, എയും ബിയും തമ്മിൽ ഖണ്ഡിച്ചു, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ടു വെക്ടേഴ്സ് റെപ്രസെന്റ് ദ റിസൾട്ടന്റ്. അത് നല്ലോണം ഒന്ന് എഴുതി പഠിക്കണം. അപ്പോൾ ഇത് രണ്ട് ലോയും നിങ്ങൾ നല്ലോണം ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത്. അനാലിസിസ് ഓഫ് വെക്ടർ അഡീഷൻ. നമ്മൾ വെക്ടർ അഡീഷന്റെ അനാലിസിസ് ഒന്നെങ്കിൽ പാരലോഗ്രാം ലോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ട്രയാങ്കിൾ ലോ ഉപയോഗിക്കാം. ഞാനിപ്പോ പിന്നെ ട്രയാങ്കിൾ ലോ നമ്മൾ അല്ലെങ്കിൽ പാരലോഗ്രാം ലോ ഉപയോഗിക്കുകയാണ്. അപ്പൊ അനാലിസിസ് ഓഫ് വെക്ടർ അഡീഷൻ. നമ്മൾ രണ്ട് വെക്ടേഴ്സിന്റെയാണ് അനാലിസിസ് നടത്തുന്നത് കേട്ടോ. രണ്ട് വെക്ടേഴ്സിന്റെ അനാലിസിസ് ആണ് ഇപ്പൊ നടത്തുന്നത്. അപ്പൊ പാരലോഗ്രാം ലോയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോണത്. അപ്പൊ ഇത് വെക്ടർ ബി, ഇത് വെക്ടർ എ, ഇത് നമ്മളുള്ള ആംഗിൾ തീറ്റ. ഇവിടെ നമ്മൾ എന്ത് കംപ്ലീറ്റ് ആക്കണം? ഒരു പാരലോഗ്രാം കംപ്ലീറ്റ് ആക്കണം. പാരലോഗ്രാം കംപ്ലീറ്റ് ആക്കി ഇനി നമുക്ക് എന്ത് വരക്കണം? അതായത് ഡയഗണൽ വരക്കണം. ഡയഗണൽ വരച്ചു. ഇനി നമുക്ക് സിമ്പിൾ കൊടുക്കാം ഒ പി ക്യു ആർ. ഈ ആംഗിള് ആൽഫ എന്ന് കൊടുത്തേക്കാം. ഇതാണ് അതിന്റെ റിസൾട്ടന്റ്. ആർ ഈസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി. നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നല്ലോണം എഴുതി പഠിക്കണം. ഇനി ഇവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ നമുക്ക് ഇങ്ങോട്ട് വരക്കാം.
ഈ ക്യൂവിൽ ചെയ്യുന്ന ഒരു പെർപെൻഡിക്കുലർ ഞാൻ ഇങ്ങോട്ട് വരച്ചു. ഇത് കംപ്ലീറ്റ് ആക്കി ഇത് എസ് എന്ന് നമുക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടും. ഒ ക്യു എസ് കണ്ടാ, നമ്മളൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആക്കി. കാരണം നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആകണം അല്ലെ. അപ്പൊ നോക്കുക, ഒ ക്യു സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ എസ് സ്ക്വയർ പ്ലസ് ക്യു എസ് സ്ക്വയർ. ക്ലിയർ ആയല്ലോ. ഇനി നോക്കുക, ഒ എസിന് പകരം ഒ പി പ്ലസ് പി എസ് എന്ന് എഴുതാം. ഒ പി പ്ലസ് പി എസ് ഹോൾ സ്ക്വയർ പ്ലസ് ക്യു എസ് സ്ക്വയർ. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഒ പി സ്ക്വയർ പ്ലസ് 2 ഒ പി ഇൻറ്റു പി എസ് പ്ലസ് പി എസ് സ്ക്വയർ പ്ലസ് ക്യു എസ് സ്ക്വയർ. ഇത് ഞാൻ ഒന്നിച്ച് എഴുതി. പി എസ് സ്ക്വയർ പ്ലസ് ക്യു എസ് സ്ക്വയർ, അതായത് പി ക്യു സ്ക്വയർ ആയിട്ട് വരും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഒ ക്യു സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ പി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഒ പി ഇൻറ്റു പി എസ് പ്ലസ് പി ക്യു സ്ക്വയർ. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അതിന്റെ സിംബൽസ് കൊടുക്കാം. അതായത് ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയാണ്. അപ്പൊ ഈ ഡയഗ്രാം നോക്കിയിട്ട് പറ, ഇത് എ ആണെങ്കിൽ ഇതും എ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് റൈറ്റ് സൈഡിൽ ഒന്ന് എഴുതി നോക്കാം. നിങ്ങൾക്കറിയാം കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ്, അതായത് പി എസ് ബൈ ഹൈപ്പോട്ടനസ് പി ക്യൂ എന്ന് വരും. ഓക്കെ, അപ്പൊ പി എസ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം, പി ക്യൂ കോസ് തീറ്റ. ഇനി പി ക്യൂ എന്താ, എ ആണ്. അപ്പോൾ ഇതിന് പകരം എ കോസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ, ഇനി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു, അത് നിങ്ങൾക്കറിയാം ഓപ്പോസിറ്റ് സൈഡ്, അതായത് ക്യൂ എസ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് പി ക്യൂ. അപ്പോൾ ക്യൂ എസ് ഈസ് ഈക്വൽ ടു വാട്ട്, പി ക്യൂ സൈൻ തീറ്റ. അപ്പോഴും നമുക്ക് എന്ത് എഴുതാം, ഇത് എ സൈൻ തീറ്റ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇതൊന്ന് എഴുതി പഠിക്കണം. ഇനി നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഒ ക്യൂ എന്നുള്ളത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് മീൻസ് ആർ ആണ്. അപ്പൊ ആറിന്റെ സ്ക്വയർ, ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ പി സ്ക്വയർ, ഒ പി മീൻസ് ബി ആണ്, ബി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഒ പി മീൻസ് ബി ആണ്. ഇനി പി എസ് എന്താ നമ്മൾ എഴുതിയിട്ടുണ്ട്, എ കോസ് തീറ്റ പ്ലസ് പി ക്യൂ എന്താ, എ. അപ്പൊ ഇതിന്റെ ഒരു ക്രമമായിട്ട് നമുക്ക് എഴുതി പറയാം. ആദ്യം നമുക്ക് എ എഴുതാം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പൊ ആർ ഈസ് ഈക്വൽ ടു, ആർ സ്ക്വയർ അല്ലേ ഇത്, അപ്പൊ അതിന്റെ സ്ക്വയർ റൂട്ട് ആയിട്ട് നമുക്ക് പറയാം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ, 2ab കോസ് തീറ്റ. ഇതാണ് അതിന്റെ റിസൾട്ടന്റ്. ഇനി നമ്മളൊരു വെക്ടർ പറയുമ്പോൾ റിസൾട്ടന്റ് മാത്രം പറഞ്ഞാൽ പോരാ, ഡയറക്ഷൻ കൂടെ പറയണം. ഇനി ഈ പിക്ചർ നോക്കിയാൽ അറിയാം, റിസൾട്ടന്റ് ആറ് വെക്ടർ ബിയുമായിട്ട് ആൽഫ ആംഗിൾ ആണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആൽഫ ഈസ് ദി ആംഗിൾ മെയ്ഡ് ബൈ ആർ വിത്ത് വെക്ടർ ബി, വെക്ടർ ആർ വിത്ത് വെക്ടർ ബി. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം. ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ക്യൂ എസ് ആണ്, അഡ്ജസന്റ് സൈഡ് ഒ എസ്, അതായത് ക്യൂ എസ് ഡിവൈഡ് ബൈ ഒ എസിന് പകരം ഒ പി പ്ലസ് പി എസ് എന്ന് എഴുതാം. ഇനി നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാമല്ലോ. ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ക്യൂ എസ് എന്താ, എ സൈൻ തീറ്റ ഡിവൈഡ് ബൈ
ഒ പി, അതായത് ബി പ്ലസ് എ സൈൻ തീറ്റ. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇത് നിങ്ങൾ 3 മാർക്കിന് ചോദിക്കുന്നതാണ്. നല്ലോണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നല്ലോണം ഒരു 10 പ്രാവശ്യമെങ്കിലും എഴുതി പഠിച്ചെങ്കിലേ നിങ്ങളുടെ മനസ്സിലോട്ട് നിൽക്കത്തുള്ളൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം അത് എഴുതി പഠിക്കുക. അപ്പം ഇതാണ് അനാലിസിസ്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പെഷ്യൽ കേസസ് ഒക്കെ ഒന്ന് നോക്കാം. വെക്ടർ അഡീഷൻ്റെ സ്പെഷ്യൽ കേസസ്. One. If two vectors are acting in the same direction, if vector A and vector B are in the same direction, same direction ആണെങ്കിൽ theta is equal to 0 degree വരും. നിങ്ങൾക്കറിയാം cos 0 is equal to 1 ആണ്. R is equal to നമ്മളൊന്ന് എഴുതി നോക്കുക, a square plus b square plus 2ab cos 0. cos 0 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 2ab. അപ്പൊ ഇത് റൂട്ട് ഓഫ് a പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ എന്ത് കിട്ടും? a പ്ലസ് b. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ കേസ്. if two vectors are acting in the same direction, then R is equal to a plus b. A എന്ന് വെച്ചാൽ എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ, ബി ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി, ആർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ്. ഇനി ഡയറക്ഷൻ നോക്കാം. ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു നമ്മളിപ്പോൾ എഴുതിയത് എ സൈൻ 0 ഡിവൈഡഡ് ബൈ ബി പ്ലസ് എ കോസ് 0. സൈൻ 0 എത്രയാ? 0. അപ്പോൾ ടാൻ ആൽഫ 0 മീൻസ് ആറിന്റെ ഡയറക്ഷൻ വെക്ടർ എയുടെയും വെക്ടർ ബിയുടെയും ഡയറക്ഷൻ തന്നെ ആയിരിക്കും. അതാണ് ഒന്നാമത്തെ സ്പെഷ്യൽ കേസ്. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. 2. if vector A and vector B are perpendicular, വേറെ ഏത് വേണമെങ്കിലും എടുക്കാം, പക്ഷെ നമുക്ക് 3 കേസ് മാത്രം ഇവിടെ ഡിസ്കഷൻ നടത്തിയാൽ മതി. ബാക്കി പ്രോബ്ലം വരുമ്പോൾ എത്ര ആംഗിൾ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പൊ ഇവിടെ തീറ്റയുടെ വാല്യൂ എത്ര വരും? 90 ഡിഗ്രി വരും. കോസ് 90 0 ആണ്. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. R is equal to root of a square plus b square plus 2ab into 0. എത്ര വരും? a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇനി ഡയറക്ഷൻ നോക്കിയേ. ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു a സൈൻ 90 ഡിവൈഡഡ് ബൈ b പ്ലസ് a കോസ് 90. സൈൻ 90 1 ആണ്. അപ്പൊ a ബൈ ബി വരും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ആൽഫ ഇസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ റിസൾട്ടന്റ് വിത്ത് വെക്ടർ ബി ആണ്. ഇനി ആൽഫ ഇസ് ആംഗിൾ മെയ്ഡ് ബൈ ദ റിസൾട്ടന്റ് വിത്ത് വെക്ടർ എ ആണെങ്കിൽ ഇവിടെ തിരിയൂന്ന് മാത്രമേ ഉള്ളൂ, ബി ബൈ എ എന്ന് വരും. അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് 180 ഡിഗ്രി ഓപ്പോസിറ്റ് ആണെങ്കിൽ കേസ് 3 എടുക്കാം. if A and B are anti-parallel, അപ്പോൾ തീറ്റയുടെ വാല്യൂ 180 ഡിഗ്രി വരും. കോസ് 180 മൈനസ് 1 ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. R is equal to a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ഇൻറ്റു മൈനസ് 1, അതായത് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. ഇപ്പോൾ റൂട്ട് ഓഫ് a മൈനസ് ബി ദി ഹോൾ സ്ക്വയർ. അപ്പോൾ എത്ര വരും? a മൈനസ് ബി. a മൈനസ് ബി അല്ലെങ്കിൽ b മൈനസ് ബി, ഏതാണോ വലുത് അതിൻ്റെ ഡയറക്ഷൻ.
ഇനി ഡയറക്ഷൻ അവിടെ 0 ഡിഗ്രിയേ വരത്തുള്ളൂ. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതാണോ വലുത് അതിൻ്റെ ഡയറക്ഷനായിരിക്കും റിസൾട്ടൻ്റ് വരാനുള്ളത്. ഇപ്പോൾ 3 സ്പെഷ്യൽ കേസസ് ആണ് നമ്മളിവിടെ ഡിസ്കഷൻ നടത്തിയത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് എഴുതി പഠിക്കുക. ഞാൻ ഇടയ്ക്ക് പരീക്ഷ നടത്തും. അപ്പോൾ പരീക്ഷയുടെ മാർക്ക് നിങ്ങൾക്ക് വാട്സാപ്പിൽ തന്നെ ആയിരിക്കും. ടൈം നിങ്ങൾക്ക് അലോട്ട് ചെയ്യും. ആ ടൈമിൽ തന്നെ എല്ലാവരും ക്ലാസ് ടേബിൾ വാങ്ങിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പരീക്ഷ നടത്തുമ്പോൾ കൈറ്റ് വിക്ടേഴ്സ് ചാനൽ വരെയുള്ള ക്വസ്റ്റ്യൻസും നമ്മളിപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെടുത്തിയായിരിക്കും നിങ്ങൾക്ക് ബുധനാഴ്ച ഒരു പരീക്ഷ. വൈകിട്ടുള്ള ടൈമാണ് 7 മണി തൊട്ട് 8 മണി വരെയാണ്. ഒരു കാരണവശാലും നിങ്ങൾ കോപ്പി അടിക്കുകയോ ബുക്ക് നോക്കുകയോ ഒന്നും ചെയ്യരുത്. കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷനാണ്. നമ്മുടേതായിട്ടുള്ള പരിമിതിക്കുള്ളിൽ നടത്തുന്ന പരീക്ഷയാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അതിൽ മാർക്ക് മേടിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.